വെക്കും ഞാൻ. തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും ബോംബ് നിർമ്മിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഇപ്പോ സമാധാനപരമായ അന്തരീക്ഷം പൊതുവെ നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ. ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ പൊട്ടനാ? അത് ഉണ്ടാക്കുന്നവൻ മരിക്കുന്നു. ഇപ്പൊ ഇതാ ഒരു തെറ്റും ചെയ്യാത്തൊരു പാവം വൃദ്ധൻ. നേരല്ലേ അല്ല, അത് ഇത്ര കഷ്ടായി പോയിട്ട് 10 എണ്ണുന്നതിന് മുമ്പ് ഇറങ്ങിയിരിക്കണം. 6, 7, 8, 9, 10. ഒരു സ്റ്റീൽ പാത്രം തുറന്നു നോക്കുന്നതിനിടയ്ക്ക് അത് പൊട്ടിയിട്ടൊരു നിരപരാധിയുടെ ജീവനും പോയിരിക്കുകയാണ്. ഇടതുപക്ഷത്തിന് ബോംബിന്റെ മാർഗം സ്വീകരിക്കേണ്ട കാര്യമില്ല. ഇതുണ്ടാക്കി വെച്ചും അത് പ്രയോഗിച്ചും അതുകൊണ്ട് ആളുകളെ ഭീഷണിപ്പെടുത്തിയൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ജീവിതമാണ് കഴിയുമെന്നുള്ള വല്ല ധാരണയുണ്ടെങ്കിൽ കാസർഗോഡും കണ്ണൂരും വടകരയും കോഴിക്കോടും ഉൾപ്പെടെ കൃത്യമായ മറുപടി അതിന് നൽകിയിട്ടുണ്ട്. നല്ലപോലെ തോറ്റിട്ട് ജയിച്ചു എന്ന് പറഞ്ഞ വല്ല കാര്യമുണ്ടോ? ഇല്ല, തോറ്റു. മരിച്ചിട്ട് അതിലെ മുഴുവൻ പ്രതികളും പാർട്ടി ബന്ധമുള്ളവരായിട്ട് പോലും പാർട്ടിക്ക് ബന്ധമില്ല എന്നാണ് പത്രസമ്മേളനം നടത്തി പറഞ്ഞത്. തെറ്റ് എന്റെ അടുത്താണ്, എന്നോട് ക്ഷമിക്കണം. നമുക്ക് ബോംബ് പൊട്ടി മരിക്കാൻ ആഗ്രഹമില്ല. അപ്പൊ നമുക്ക് നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്തിരാ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ഇവിടെയുള്ള ആൾക്കാർ പാർട്ടിക്കാരെടുത്തോണ്ട് പോയിട്ടുണ്ട്. അമ്മ എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? എത്ര കാലം പിടിച്ചു വെക്കാൻ പറ്റും? ഞങ്ങൾക്ക് ഇവിടെ മനസ്സമാനത്തോടെ ജീവിക്കണ്ടേ? കഴിഞ്ഞ വർഷം മുമ്പേ ഞങ്ങളുടെ ഈ വീട് വാടക കൊടുത്തു പോയിട്ടുണ്ട്. അപ്പോഴേ ഇതുണ്ട്. ഇപ്പൊ ഒരാൾ മരിച്ചുകൊണ്ട് ഇത് വെളിയിൽ വന്നു. ഇല്ലേ ഇത് പിന്നെ ഇങ്ങനെ തന്നെ നിൽക്കും. എനിക്കിതിരി ദണ്ണുണ്ട്. എന്റെ സാധനം കരിഞ്ഞുപോയി. എനിക്കിനി മേൽ കീഴ് നോക്കേണ്ട ആവശ്യമില്ല. ഓ, ഇവര് ഹബ്ബാണ് ഇവരുടെ. അത് ഇതിന്റെ അടുത്തായിരുന്നു ഹബ്ബ് ഉണ്ടായിരുന്നത്. ആളൊഴിഞ്ഞ വീടുകളെല്ലാം ഹബ്ബാണ് ഇവർ. നഷ്ടപ്പെട്ടാൽ ഈനാം വെച്ച് മരപ്പെട്ടി ചിഹ്നമാകേണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഷാമി പറഞ്ഞത് അങ്ങനെ പോയാൽ ചിഹ്നം പോയാൽ ബോംബ് ചിഹ്നമാക്കാം. നിങ്ങൾ പേടിക്കണ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ആര് പറഞ്ഞോ അവരുടെ വീട് ബോംബെറിഞ്ഞു നശിപ്പിക്കും. പിന്നെ ബോംബ് നിർമ്മാണത്തിൻ്റെതായ ഒരു സാഹചര്യവും നിലനിൽക്കുന്നില്ല. ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. പിണറായി വിജയൻ എന്ന സഖാവിനു 100 കോടി